ഇന്ന് ഞാൻ ഞാലിപ്പൂവൻ പഴം കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് ഉണ്ടാക്കുന്നത്. തേങ്ങാപ്പാലും ഫസ്റ്റ് പാലാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു അരക്കപ്പ് വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ മിക്സിയിൽ ഒന്നടിച്ചിട്ട് പിഴിഞ്ഞെടുക്കണം. കട്ടിപ്പാലായിരിക്കണം. ശർക്കര ചീകി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് മധുരത്തിനനുസരിച്ച് എത്ര വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചേർക്കാം. പിന്നെ വറുത്തിടാൻ എള്ള്, നെയ്യ് എള്ള് വറുക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ ഇത് ഞാൻ വേവിക്കുന്നില്ല, പച്ചക്ക് തന്നെ പഴം അതേപോലെ തന്നെ മുറിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെ വിറ്റാമിൻസ് ഒന്നും നഷ്ടപ്പെടില്ല. നമുക്ക് പെട്ടെന്നൊരു പായസം കുടിക്കണം എന്ന് പറഞ്ഞാൽ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസം. ഇതിനെ പഴം രസായനം എന്നും പറയും. പഴത്തിൻ്റെ തോല് എടുത്ത് കളഞ്ഞിട്ട് ഈ 4ആയിട്ട് മുറിക്കണം. ഇതുപോലെ ഇതുപോലെയാണ് മുറിക്കേണ്ടത്. പഴം നമ്മൾ ഉപ്പേരിക്ക് മുറിക്കൂലേ, അതുമാതിരി 4ആയിട്ട് മുറിച്ചിട്ട് ഇതുപോലെ മുഴുവൻ പഴവും മുറിച്ച് വെക്കണം. ഇതുപോലെയാണ് മുറിക്കേണ്ടത്. ഞാൻ എല്ലാ പഴവും ഇതുപോലെ തന്നെ മുറിക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ഒരു പായസം ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ വേഗം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ആരെങ്കിലും വരുവായോ മറ്റോ ചെയ്യുന്നുണ്ടെങ്കിലേ നമുക്കൊരു പായസം കൊടുക്കണം തോന്നിയാൽ ഈസിയായി ഉണ്ടാക്കാം. പക്ഷേ അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പായസമായിരിക്കും. ഇനി ഞാൻ തേങ്ങാപ്പാലിൽ ശർക്കര ചേർക്കുന്നുണ്ട്. ശർക്കര നമുക്കതിന് മധുരം എത്ര വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഇതിപ്പം 2 കപ്പ് തേങ്ങാപ്പാലിന് ഏകദേശം ഞാനൊരു 3/4 ബൗള് ശർക്കരയാണ് ചേർക്കുന്നത്. മധുരം പോരെങ്കിൽ പിന്നെ നോക്കിയിട്ട് ചേർക്കാമല്ലോ. തേങ്ങാപ്പാൽ തിളപ്പിക്കുന്നൊന്നുമില്ല, ഫസ്റ്റ് പാലായതുകൊണ്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാനതിലേക്ക് ഇപ്പം 8 പഴമാണ് ഞാൻ മുറിച്ച് വെച്ചിട്ടില്ല. ആ പഴം ഞാനതിലേക്ക് ചേർക്കുന്നുണ്ട്. ചെറിയ പഴമാണെങ്കിൽ നമുക്ക് കുറച്ച് ഒരു കൂടുതൽ എടുക്കാം, ഒരു 10 എടുക്കാം. ഇത് കുറച്ച് വലുതാണ്. ഇനി ഇതിൽ ഞാൻ നെയ്യിൽ എള്ള് വറുത്തിട്ട് ചേർക്കും. അത് വറുത്ത് ചേർക്കുന്നത് കാണിക്കാം. കരണ്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. ചൂടാകുമ്പോൾ ഇതിലേക്ക് എള്ള് ചേർക്കാം. എള്ള് പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇത് ഞാൻ ഈ പായസത്തിലേക്ക് ചേർക്കുകയാണ്. അങ്ങനെ നമ്മുടെ പായസം റെഡിയായിരിക്കുകയാണ്. പഴം രസായനം. ഇത് നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന പായസമാണ്.
എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം.